ഹലോ, വെൽക്കം ബാക്ക് ടു ആഞ്ചലസ് ടോക്സ് ആൻഡ് ടേൽസ്. അപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ബൈക്ക് അല്ലെങ്കിൽ കാർ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? നിങ്ങൾ ബൈക്കിൽ പോകുന്നവർ കമ്പൽസറി ആയിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അതേസമയം കാറിലാണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. ബാക്കിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യാറില്ല ഭൂരിഭാഗം പേരും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഹെൽമെറ്റ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് മറന്നു പോയാലും വീട്ടിലുള്ളവരെടുത്ത് ഓർമ്മിച്ചോടെ തരാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണത്? ഓഫ് കോഴ്സ് അതിൻ്റെ ആൻസർ എന്താണ്? ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് പേടിച്ചിട്ട് തന്നെയാണ് അല്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കാറിൻ്റെ പിൻഭാഗത്ത് പിൻ സീറ്റിൽ ഇരിക്കുന്നവരും യൂസ് ചെയ്യും സീറ്റ് ബെൽറ്റ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ 4 വയസ്സിന് താഴെ കുട്ടികളുള്ള പാരൻസ് എത്ര പേരുടെ വണ്ടിയിൽ ബേബി സീറ്റ് ഉണ്ട്? ഓഫ് കോഴ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ 99% ആൾക്കാരും കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. കുഞ്ഞിനെ ബേബി സീറ്റിൽ ഇരുത്താറില്ല. അതിന് കാരണം പറയുന്നത് ബേബി സീറ്റിൽ കുഞ്ഞിരിക്കുന്നത് തനിച്ചിരിക്കല്ലേ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ, കുഞ്ഞ് മടിയിലിരിക്കുമ്പോൾ അത് സേഫാണ് എന്നുള്ളതാണ് ആൾക്കാരുടെയൊക്കെ ഒരു തെറ്റായ ധാരണ. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും മടിയിൽ വയ്ക്കുന്നത്, കുഞ്ഞിൻ്റെ ബേബി സീറ്റിൽ ഇരുത്താത്തത്. അത് ഇന്ത്യയിൽ ആ നിയമം ഉണ്ടെങ്കിൽ പോലും അതത്ര കർശനമാക്കിയിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അതേസമയം വികസിത രാജ്യങ്ങളിലാണെങ്കിൽ ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം ഉണ്ട്. അവിടെ ബേബി സീറ്റ് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പണിഷ്മെന്റ് കിട്ടും. ജനിച്ച അന്ന് മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ റിയർ ഫേസിങ് സീറ്റ് ആൻഡ് 2 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഫോർവേഡ് ഫേസിങ് സീറ്റ് ആൻഡ് 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബൂസ്റ്റർ സീറ്റ്. അതിനുശേഷം 145 സെൻറ്റിമീറ്റർ നീളം ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കാർ സീറ്റ്, നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ആ കാർ സീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പക്ഷേ ഇന്ത്യയിൽ ആ നിയമം കർക്കശമാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ അത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ആ നിയമം ശക്തമായിട്ട് വരണം. ഇനി അഥവാ അതല്ലെങ്കിലും മനുഷ്യന്മാർക്ക് തോന്നണം ഈ നിയമങ്ങളൊക്കെ, അതായത് ഈ റോഡ് നിയമങ്ങളൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾക്ക് ഉള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും അത് നമ്മൾ പാലിക്കണമെന്നുള്ളത് തോന്നണം. പിന്നെ വേറൊരു കാര്യം കൂടി ചിലർ പറയുന്നുണ്ട്, നമ്മൾ ഈ കാർ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ബേബി സീറ്റ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് പിടിപ്പിക്കുക എന്നുള്ളതൊരു എക്സ്പെൻസ് ആണ് എന്നുള്ള കാര്യം. ഈ എക്സ്പെൻസ് ആണോ നമുക്ക് വലുത്, അതോ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനാണോ വലുതെന്നുള്ളത് കൂടെ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇനി തൊട്ടെങ്കിലും അത് ശ്രദ്ധിക്കുക. ആൻഡ് കുഞ്ഞുങ്ങളെ മടി വെച്ച് ട്രാവൽ ചെയ്യാതിരിക്കുക. ഈ കാര്യം മാത്രമല്ല, എല്ലാവരും റോഡ് നിയമങ്ങളെല്ലാം നന്നായിട്ട് പാലിക്കുക. അപ്പോൾ ബി കെയർഫുൾ. കാച്ച് യു ലേറ്റർ. ടിൽ ദെൻ ബൈ.